ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ടി ടെസ്റ്റിൻ്റെ പുതിയ സെക്ഷനിലേക്ക് പോകുകയാണ്. ടു ടെസ്റ്റ് ദ ഇക്വാലിറ്റി ഓഫ് ടു സാമ്പിൾ മീൻസ് വെൻ ദ സൈസ് ഇസ് സ്മോൾ. ടി ടെസ്റ്റിൻ്റെ കേസാണ് കേട്ടോ. വെൻ ദ സാമ്പിൾ സൈസ് ഇസ് സ്മോൾ. അപ്പോൾ ടി ടെസ്റ്റിലാണ് വരിക ഫോർമുല. അപ്പോൾ ടി ടെസ്റ്റിൻ്റെ ഫോർമുല എന്തായിരുന്നു? ടി ഈസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ സെഡിൽ പഠിച്ച പോലെ തന്നെ ടി ഈസ് ഈക്വൽ ടു x1 ബാർ മൈനസ് x2 ബാർ ബൈ SC. വേറെ SC, ഇതിന് SC ആണ് കുറച്ചൊരു ഫോർമുല, കുറച്ച് ലെങ്തി ഫോർമുല ഉള്ളത്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ബൈ n1 പ്ലസ് n2 മൈനസ് 2 1 by n1 plus 1 by n2. അപ്പം ഇത്രയാണ് ഇതിലുള്ള ഡിഫറൻസ്. ഇതാണ്. പിന്നെ ഒന്നുകൂടെ ഡിഫറൻസ് ഉണ്ട് ടി ടേബിൾ വാല്യൂ കണ്ടെത്തുന്നതിൽ. ടി ടേബിൾ വാല്യൂ നമ്മൾ സാധാരണ എങ്ങനെ കണ്ടെത്തുക? ആൽഫയും വേണം, അതുപോലെ ഡിഗ്രി ഫ്രീഡം അല്ലേ. അപ്പോൾ ഇവിടെ ആൽഫ നമുക്ക് നേരത്തെ പോലെ തന്നെ 0.05 0.01 തരാം. പിന്നെ ഡിഗ്രി ഫ്രീഡത്തിലാണ് കുറച്ച് വ്യത്യാസം ഉള്ളത്. അത് ഡിഗ്രി ഫ്രീഡം ഫോർമുല വരുന്നത് n1 പ്ലസ് n2 മൈനസ് 2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ സെഡ് ചെയ്ത പോലെയും ടി ചെയ്ത പോലത്തെ തന്നെയാണ് ഫോർമുല. ടിയിൽ നമ്മൾ ആൽഫയും ഡിഗ്രി ഫ്രീഡം എടുക്കുമ്പോൾ ഡിഗ്രി ഫ്രീഡത്തിന് നമുക്ക് ഇതുവരെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മൈനസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ആയിരുന്നു. ഇവിടെ 2 ടൈപ്പ് ഓഫ് സാമ്പിൾസ് എടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ 2 കൺസ്ട്രെയിൻസിനെ കുറയ്ക്കണം. അപ്പോൾ അത് കാരണമാണ് n1 പ്ലസ് n2 മൈനസ് 2 വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് കയറിയിട്ട് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, the average number of articles manufactured by 2 machines per day are 200 and 250 with standard deviation 20 and 25 respectively on the basis of 25 days production. Can you regard both the machines are equally efficient at 1% level of significance? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആവറേജ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ബൈ മെഷീൻ, 2 മെഷീൻസ് പെർ ഡേ, ഒരു ദിവസം 2 മെഷീൻസ് ആവറേജ് എത്ര നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 200. അതുപോലെ മറ്റേ മെഷീൻ 250 വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് 20 ആൻഡ് 25. ഒന്നാമത്തതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20 ആണ്, രണ്ടാമത്തതിൻ്റെ 25 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓൺ ദ ബേസിസ് ഓഫ് 25 ഡേയ്സ് പ്രൊഡക്ഷൻ. അപ്പോൾ 25 ദിവസത്തെ പ്രൊഡക്ഷൻ്റെ കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതായത് 25 ആണ് നമ്മുടെ n1 പറയുന്നത്. അതുപോലെ n2, 2 മെഷീൻസിനും ഒരേ ദിവസം തന്നെയാണ് പറയുന്നത്, രണ്ടും 25 ഡേയ്സ്. ഓക്കെ, can you regard both the machines are equally efficient at 1% level of significance? അപ്പം 99% ഉറപ്പാവണം നമ്മളുടെ ഈ കേസിൽ മെഷീൻസ് രണ്ടും എഫിഷ്യൻ്റ്ലി എന്താ പറയുക എഫക്റ്റീവ് ആണോ, നല്ല എഫിഷ്യൻ്റ് ആണോ എന്നുള്ളത്, ഈക്വലി എഫിഷ്യൻ്റ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. എന്താണ് 2 മെഷീൻസ് ആർ ഈക്വലി എഫിഷ്യൻറ്റ് എന്നുള്ളത് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നതെന്ന് വെച്ചാൽ എഴുതി വെക്കുക. അപ്പം നമുക്ക് സാമ്പിളിൻ്റെ സൈസ് തന്നിരിക്കുന്നത് n1 ഉം n2 രണ്ടും സെയിം ആണ്. 25 ഡേയ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 മെഷീനും 25 ദിവസത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ x1 ബാറും x2 ബാറും തന്നിരിക്കുന്നത് ഒരാളുടെ 200ഉം മറ്റേതാളുടെ 250 പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പിന്നെ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അത് S1 20ഉം രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 25 ആണ്. പിന്നെ ആൽഫ തന്നിട്ടുണ്ട് 0.01 ആണ്. 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയുമ്പോൾ ആൽഫ 0.01 ആണ്. അപ്പോൾ ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യണം സെറ്റിംഗ് അപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് അപ്പ് ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഹൈപ്പോത്തസിസ് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യും? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ എഫിഷ്യൻസി ആണ് അല്ലേ. ആദ്യ 2 മെഷീൻസ് ആർ ഈക്വലി എഫിഷ്യൻറ്റ് അറ്റ് 1% ലെവൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈക്വലി എഫിഷ്യൻറ്റ് ആണോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുമ്പോൾ 2 മെഷീൻസ് തമ്മിൽ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 മെഷീൻസ് എഫിഷ്യൻസി എന്നുള്ളത് എഴുതും. പിന്നെ രണ്ടാമത്തേൽ ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 മെഷീൻസ് എന്നുള്ളത് രണ്ടാമത്തെ എഴുതും. അപ്പോൾ അത് നമുക്ക് തിയററ്റിക്കലി നമ്മളിങ്ങനെ പറയും, സിംബോളിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു നോക്കാം. mu1 is equal to mu2. അതുപോലെ h1 such that mu1 not equal to mu2. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, the two machines
ആർ ഈക്വലി എഫിഷ്യൻ്റ് എന്നും ദ ടു മെഷീൻസ് ആർ നോട്ട് ഈക്വലി എഫിഷ്യൻ്റ് എന്നും. ഓക്കെ, അപ്പോൾ അത് രണ്ടും എഴുതി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ ഇവിടെ തന്നെ എഴുതുന്നത് ആൽഫ കണ്ടുപിടിക്കാൻ. ആൽഫ തന്നിട്ടുണ്ട് 0.01 ആണെന്ന്. പിന്നെ ടി ടേബിൾ ആണല്ലോ, കാരണം സൈസ് നോക്കുക. ടി ടേബിൾ ആണോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാം. ടി ആണോ എന്ന് നമ്മൾ സൈസ് നോക്കുക. സൈസ് നോക്കുമ്പോൾ 25 ആണ്. അപ്പോൾ <30 ആണ്. <30 ആണെങ്കിൽ ടി ടെസ്റ്റ് ആണ് വരിക. അപ്പോൾ നമുക്ക് ടി ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ടി ടേബിൾ വാല്യൂ അവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ക്രൈറ്റീരിയ സെറ്റ് ആയല്ലോ. ആൽഫയും ഡി എഫ് ആണ് അല്ലേ തീരുമാനിക്കുന്ന ടി ടേബിൾ വാല്യൂവിന്. ആൽഫ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 0.01 ആണ്. ഡിഗ്രി ഫ്രീഡം കാണാനുള്ള ഫോർമുല നമുക്കറിയാം n1 + n2 - 2 ആണ്. അപ്പോൾ നോക്കാം അത് എത്ര വരും. 0.01ഉം ഇത് 25 + 25 - 2 ദാറ്റ് ഈസ് 0.01ൽ 25 + 25 50. 50 - 2 is 48. അപ്പോൾ നമുക്ക് ആ ടേബിളിൽ നോക്കാം. ടേബിളിൽ ഡിഗ്രി ഫ്രീഡം നോക്കാം. ഇവിടെ 48 ഉണ്ടോ ചെക്ക് ചെയ്യാം. ഇവിടെ 0.01 അതിൽ ഉണ്ടെങ്കിൽ കറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിൾ നോക്കുക. ടേബിൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും. ടി ടേബിൾ വാല്യൂ കിട്ടും. ടി ടേബിൾ വാല്യൂ നമുക്ക് നോക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ 40 കഴിഞ്ഞാൽ പിന്നെ 60 ഉള്ളൂ ഡിഗ്രി ഫ്രീഡം. അപ്പോൾ 48 ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലെ ലൈൻ ടി ടേബിൾ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ കിട്ടും. ലാസ്റ്റിൽ ലൈനിൽ ഒന്നെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ ലൈനിൽ 0.01ൽ നോക്കുക. അതിൽ നോക്കുമ്പോൾ നമുക്ക് 2.576 കാണും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 48 ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 48 എടുക്കണ്ട. അതിന് പകരം ഇവിടെ ഇൻഫിനിറ്റിയിൽ പോയി നോക്കുക. ഇൻഫിനിറ്റിയിൽ വരുന്നത് 2.576 അതെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഗ്രി ഫ്രീഡം ഏതാണോ ഉള്ളത് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തതിന് നമ്മൾ ഇൻഫിനിറ്റി എടുക്കണം. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഫ്രീഡം അവിടെ 20 കഴിഞ്ഞാൽ പിന്നെ 40, 40 കഴിഞ്ഞാൽ പിന്നെ 60 ആണ്. 60 കഴിഞ്ഞാൽ പിന്നെ 120 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സിനൊക്കെ നമ്മൾ ഇൻഫിനിറ്റി എടുക്കണം. നമുക്ക് ടി ടേബിൾ വാല്യൂ കിട്ടി. ടി ടേബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു 2.576. ഓക്കെ, അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ, ടി ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്തു. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ. ടി ടെസ്റ്റ്. ടി ടെസ്റ്റിൻ്റെ ഫോർമുല ഏതാണ്. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ഫോർമുലയാണോ ഈ ഫോർമുലയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്. ഇവിടെ നമുക്ക് 2 സാമ്പിൾ മീൻസിനെ കൊണ്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് x1 ബാർ - x2 ബാർ /SC ചെയ്താൽ മതി. പിന്നെ നേരത്തേതാണെങ്കിൽ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലായിരുന്നു. അപ്പോൾ x ബാർ - μ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ x1 ബാർ - x2 ബാർ. അപ്പോൾ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ടി ഇസ് ഈക്വൽ ടു x1 ബാർ - x2 ബാർ /SC. ഇതിൻ്റെ SCൻ്റെ ഫോർമുല എന്തായിരുന്നു. SCക്ക് ഫോർമുല കുറച്ച് ലെങ്തി ഫോർമുലയാണ്. n1 s1² + n2 s2² n1 + n2 - 2 1/n1 + 1/n2. ഓക്കെ, അപ്പം അത് കണ്ടുപിടിക്കണം. x1 ബാറും x2 ബാറും എന്താണ് ഇവിടെ 200ഉം 250. ഞാനൊരു കാര്യം ചെയ്യാം. അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ 2 സാമ്പിൾ മീൻസ് അല്ലേ. അപ്പം ഞാനൊരു കാര്യം 250 - 200 തന്നെ കേട്ടോ എഴുതുന്നത്. 200 - 250 ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് കിട്ടുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ വരും, ചിലർക്ക് ഓക്കെ ആയിരിക്കും, കുഴപ്പമില്ല. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഹയർ ലെവൽ മൈനസ് ലോവർ ചെയ്യുന്നു. അപ്പോൾ 250 - 200 ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. /SC. SCക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ SCൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, SCൻ്റെ ഫോർമുല എന്താണ്. SC ഈസ് ഈക്വൽ ടു √n1 s1². n1 എത്രയാണ് 25. s1² എത്രയാണ്. s1 20 × 20² പ്ലസ് 25 × s2² again 25² /n1 + 25 + n2 25 again -2 × 1/25 + 1/25. ഓക്കെ, വീണ്ടും 25 × 20² നമുക്കറിയാം 400 ആണെന്ന്. 25 × 25² again 625 ആണെന്ന് അറിയാം. 25 + 25 50. 50 - 2 is 48. പിന്നെ 1/25 + 1/25 നമുക്കറിയാം 2/25 ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം. √25 × 400 നമുക്കറിയാം 25 × 400 ആണ്. അപ്പോൾ 10,000 വരും അല്ലേ.
പ്ലസ് 25 into 625. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 25 into 625 25 into 625 15625 divided by 48 into 2/25 സൈഡിൽ എഴുതണേ. അത് ബ്രാക്കറ്റ് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് 2/25, അതിനൊരു മാറ്റമില്ല. ഇനി നമുക്ക് വീണ്ടും ചെയ്യാനുള്ളത് 10,000 പ്ലസ് 15,625. അപ്പോൾ 25,625 by 48 into 2/25. കട്ട് ചെയ്യേണ്ടവർക്ക് കട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് 25,625 into 2 ചെയ്യാം. പിന്നെ അതുപോലെ ബൈ 48 into 25 ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 25,625 into 2 ചെയ്യുമ്പം നമുക്ക് കിട്ടുക 51250 ഡിവൈഡഡ് ബൈ 48 into 25 അത്ര കിട്ടും 1200. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? റൂട്ട് ഓഫ് 5125/120 ചെയ്താൽ മതി അല്ലേ? 00 കട്ടാവില്ലേ? അപ്പം ഒരു കാര്യം ചെയ്യാം, അതൊന്ന് ചെയ്ത് നോക്കാം. 5125 ഡിവൈഡഡ് ബൈ 120 അപ്പം 42.708 ആണ് കേട്ടോ. 3333 എന്ന് പോകുന്നുണ്ട്. ഇനി അതിൻ്റെ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് 42.708 is equal to 6.5351 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതലുണ്ട്, ഞാൻ ജസ്റ്റ് 4 എടുത്തെന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുത്താൽ മതി. അപ്പം നമുക്കിവിടെ കിട്ടി 50/SC വാല്യൂ കിട്ടി ഇപ്പോൾ 6.5351 ആണ്. ഇനി 50/5351 എത്രയാണ് നോക്കാം? 6.5. അതൊന്ന് നോക്കി നോക്കാം. കാൽക്കുലേറ്റ് എടുക്കുക. അഗെയിൻ 50 ഡിവൈഡഡ് ബൈ 6.5351 is equal to 7.6509 ആണ്. 7.65 മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ടീൻ്റെ വാല്യൂ കിട്ടി 7.65. ഇനി നമ്മുടെ ഇപ്പം ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം കമ്പ്യൂട്ടേഷൻ ആണ്. അപ്പോൾ 4th സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 5th സ്റ്റെപ്പ് ഡിസിഷൻ എടുക്കണം. ഡിസിഷൻ്റെ ഫോർമുല എന്താണ്? ടി വാല്യൂ, ഇഫ് ടി വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ടി ടേബിൾ വാല്യൂ ദെൻ വി ഹാവ് ടു റിജക്ട് H0, അതർവൈസ് ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ടി വാല്യൂ എന്ന് പറഞ്ഞാൽ 7.65 ആണ്. ടി ടേബിൾ വാല്യൂ 2.576 ആണ്. അപ്പോൾ എന്തായാലും ടി വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 2.576 അല്ലേ? അപ്പോൾ റിജക്ട് H0. ഞാൻ ഫോർമുല ഇപ്പോൾ എഴുതുന്നില്ല കേട്ടോ. ടി വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ടി ടേബിൾ വാല്യൂ ആണെങ്കിൽ റിജക്ട് H0. ഇഫ് ടി വാല്യൂ ഇസ് ലെസ് ദാൻ ടി ടേബിൾ വാല്യൂ ദെൻ ആക്സെപ്റ്റ് H0. ഇവിടെ ഇപ്പം ടി വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ടി ടേബിൾ വാല്യൂ ആയതുകൊണ്ട് റിജക്ട് H0. റിജക്ട് H0 ആകുമ്പോൾ ആരെ ആക്സെപ്റ്റ് ചെയ്യണം? ആക്സെപ്റ്റ് H1. ആക്സെപ്റ്റ് H1. അപ്പോൾ ആരെയാണ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്? H1 എന്തായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തത്? there is significant difference between two machines അല്ലേ? 2 മെഷീൻസിൻ്റെ എഫിഷ്യൻസിയിൽ there is significant difference. രണ്ടും തമ്മിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? that they are not equally efficient എന്നുള്ളത് അല്ലേ? അപ്പം അടുത്ത സെൻറ്റൻസിൽ എഴുതാം. the both machines are not equally efficient. അപ്പം ആദ്യത്തേത് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്, ഫസ്റ്റ് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തത് ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 സാമ്പിൾ മീൻസ്, അതായത് ഇവിടെ 2 മെഷീൻസിൻ്റെ എഫിഷ്യൻസിയിൽ അല്ലേ. അതുപോലെ രണ്ടാമത്തേൽ ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 മെഷീൻസ് എഫിഷ്യൻസി. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആക്സെപ്റ്റ് H1 ആണ്. അതായത് ആ മെഷീൻസിൻ്റെ എഫിഷ്യൻസിയിൽ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് അവിടെ ഈക്വലി എഫിഷ്യൻ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? നോട്ട് ഈക്വലി എഫിഷ്യൻറ്റ്. അപ്പോൾ നമ്മളവിടെ മെഷീൻസ് ആർ നോട്ട് ഈക്വലി എഫിഷ്യൻറ്റ് എന്ന് എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് നോക്കാം. അപ്പോൾ